ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഒരു കഷ്ണം മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കുമ്പോഴാണ് നമുക്ക് മിക്സിയിൽ എളുപ്പം അരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-15 കാന്താരിമുളക്, ഒരു 10 ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഒരു കപ്പ് തേങ്ങ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പില അധികം വേണ്ട, ഒരു 5-8 ഇല മതിയാവും. കാരണം അതിൻ്റെ ചൊവ അധികം ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ചിലർ മാങ്ങ ആദ്യം അടിച്ചെടുക്കും, കാരണം ഇത് ഒന്നിച്ച് അരയില്ല. പക്ഷെ ഞാനിങ്ങനെ അരയ്ക്കുമ്പോൾ എല്ലാം തന്നെ അരഞ്ഞ് കിട്ടാറുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ ചേർക്കാം. അധികം അരയേണ്ട ആവശ്യമില്ല. അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാകില്ല. ഒരു ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കുകയാണ് നല്ലത് എപ്പോഴും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്തു നോക്കാൻ ശ്രമിക്കണം. താങ്ക്